40 കൊല്ലത്തോളമായി തുറന്നു പറയാതെ മനോരമ സൂക്ഷിച്ച ആ രഹസ്യം മൂടി തുറന്ന് പുറത്തു വന്നിരിക്കുന്നു. മനോരമ ആഴ്ച പതിപ്പിലെ വിഖ്യാതമായ ബോബനും മോളിയും വരച്ചിരുന്ന ടോംസ് മനോരമ വിട്ട് കലാകൗമുദിയിലേക്ക് മാറിയ ശേഷവും മറ്റു ചില ആർട്ടിസ്റ്റുമാരെ കൊണ്ട് വരപ്പിച്ചിരുന്നു എന്നാണ് ദീർഘകാലം മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് തുറന്നു പറയുന്നത്. അതായത് പേരെടുത്ത കാർട്ടൂണിസ്റ്റിന് പകരം വ്യാജന്മാരെ വെച്ച് വരപ്പിച്ചു എന്ന് കുറ്റസമ്മതം നടത്തുന്നു എന്നർത്ഥം. ഇതാദ്യമായാണ് മനോരമ കുടുംബത്തിൽ നിന്ന് ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. സ്വകാര്യ ചാനലിന്റെ ആഴ്ചപ്പതിപ്പിൽ തോമസ് ജേക്കബ് എഴുതുന്ന കാർട്ടൂണിന്റെ കഥ എന്ന പരമ്പരയിലൂടെയാണ് ഈ രഹസ്യം പുറത്തുവിട്ടത്. മനോരമയിൽ പത്രപ്രവർത്തകർ റിട്ടയർ ചെയ്യേണ്ട 58 വയസ്സ് കഴിഞ്ഞ് കുറേയേറെ വർഷങ്ങൾ കൂടി സർവീസ് നീട്ടിക്കിട്ടിയ ടോംസ് അതുവരെ മനോരമ ആഴ്ചപ്പതിപ്പിൽ ബോബനും മോളിയും വരച്ചു. അതിനുശേഷം ടോംസും മനോരമയും രണ്ട് വഴിക്ക് തിരിഞ്ഞു. തുടർന്നും മനോരമ വേറെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ബോബനും മോളിയും വരപ്പിച്ചു, പ്രസിദ്ധീകരിച്ചു. ടോംസ് ആകട്ടെ കലാകൗമുദി വാരികയിലേക്ക് ബോബനെയും മോളിയെയും പറിച്ചു നട്ടു. ബോബനും മോളിയും പ്രസിദ്ധീകരിക്കാനായി മാത്രം ഒരു കാർട്ടൂൺ മാസിക തുടങ്ങുകയും ചെയ്തിരുന്നു. അവകാശ തർക്കം കോടതിയിലെത്തുകയുണ്ടായി. മനോരമയിലെ ഒരു ടീം ആശയങ്ങൾ നൽകി വരപ്പിച്ചിരുന്നതാണ് ബോബനും മോളിയുമെന്ന് മനോരമ വാദിക്കുകയും ചെയ്തു. മനോരമയ്ക്ക് അനുകൂലമായിരുന്നു കോടതി വിധി. പക്ഷേ ബോബനും മോളിയും സ്വന്തം പ്രസിദ്ധീകരണങ്ങളിൽ വരയ്ക്കാനുള്ള അവകാശം ടോംസിന് വിട്ടുകൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം തന്നെ മനോരമ ചീഫ് എഡിറ്റർ KM മാത്യു പ്രസ്താവന ഇറക്കി. മനോരമ വാരികയിൽ നിന്ന് ബോബനും മോളിയും ഒഴിവാക്കുകയും ചെയ്തു. താൻ മനോരമയ്ക്ക് വേണ്ടിയല്ല കേസ് നടത്തിയതെന്നും ഒരു കഥാപാത്രത്തെ വളർത്തി വലുതാക്കുമ്പോൾ പത്രങ്ങൾക്ക് അതിന്മേലുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യൻ പത്രങ്ങൾക്കെല്ലാം വേണ്ടിയാണ് പൊരുതിയതെന്നും മാത്യു അതിനെക്കുറിച്ച് പറഞ്ഞു. കോടതി വിധി വന്നതോടെ കലാകൗമുദിക്കും ബോബനും മോളിയും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ ടോംസിന്റെ മാസികകൾ മാത്രമായി ബോബനും മോളിയും ഒതുങ്ങി. ഇങ്ങനെയാണ് തോമസ് ജേക്കബ് ഇപ്പോൾ തുറന്നു പറയുന്നത്. 1987 നവംബർ മുതലാണ് കലാകൗമുദിയിൽ ടോംസിന്റെ ബോബനും മോളിയും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. മനോരമയുടെ വ്യാജ നിർമ്മിതിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കലാകൗമുദി മാനേജ്മെന്റ് ടോംസിന്റെ ബോബനും മോളിയും എന്ന് തന്നെ പേരിട്ടാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത്. കോട്ടയം സബ് കോടതിയിൽ നിന്ന് മനോരമയ്ക്ക് അനുകൂലമായി ലഭിച്ച അനുകൂല വിധിക്ക് പിന്നാലെയാണ് കാർട്ടൂണിസ്റ്റിന് തന്റെ കഥാപാത്രത്തെ മാത്യു ഇഷ്ടദാനം നൽകിയത്. ഫലത്തിൽ ഇത് കലാകൗമുദിക്കുള്ള പണിയായി മാറുകയും ചെയ്തു. മനോരമയ്ക്കാണ് അവകാശമെന്ന് വന്നതോടെ അവർ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നു. അതിനുശേഷം ടോംസിന്റെ സ്വന്തം പ്രസിദ്ധീകരണമായി ബോബനും മോളിയും മാറി. ഏതായാലും S ജയചന്ദ്രൻ നായർ എന്ന പത്രാധിപർ കലാകൗമുദിക്കുണ്ടായിരുന്നതുകൊണ്ട് ടോംസ് എന്ന മഹാനായ കാർട്ടൂണിസ്റ്റിനൊരിക്കലും മഴയത്ത് നിൽക്കേണ്ടി വന്നില്ല. പകർപ്പവകാശത്തെ ചൊല്ലി പത്രസ്ഥാപനവും കാർട്ടൂണിസ്റ്റും തമ്മിൽ നടന്ന നിയമ പോരാട്ടം എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചതായിരുന്നു മനോരമ ടോംസ് കേസ്. അന്നും തുറന്നു പറയാത്ത രഹസ്യം ഇപ്പോൾ പുറത്തുവിട്ടത് ദീർഘകാലം മനോരമ എഡിറ്റോറിയൽ തലവനായിരുന്ന തോമസ് ജേക്കബിന്റെ വൈകിയുള്ള കുംഭസാരം കൂടിയായി കണക്കാക്കേണ്ടി വരും. നിർമ്മലനും സാധുവുമായ ഒരു കലാകാരനോട് ചെയ്തതിനുള്ള പശ്ചാത്താപമാണ് കാർട്ടൂണിസ്റ്റ് കൂടിയായ തോമസ് ജേക്കബ് ഇപ്പോൾ പ്രകടിപ്പിച്ചതെന്ന് അനുമാനിക്കാം. തന്റെ കാർട്ടൂണുകളിലൂടെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും ഒരുപാട് അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കും മലയാള കാർട്ടൂൺ രംഗത്തെ ഈ അതികായന് ഒരു പത്മ പുരസ്കാരം പോലും ഇതുവരെ ലഭിക്കാത്തത്. അർഹിക്കുന്നവർക്ക് ലഭിക്കുമ്പോഴാണ് ആ പുരസ്കാരങ്ങൾക്ക് മതിപ്പും ആദരവും ഉണ്ടാകുന്നത് എന്ന് അധികാരികൾ ഇനി എന്നാണ് തിരിച്ചറിയുക? ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടാകേണ്ട നിരീക്ഷണ പാഠവും നർമ്മബോധവും ആവോളം ടോംസിനുണ്ടായിരുന്നിട്ടും ഒരിക്കലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല.